104 പേരെ വിലങ്ങുവെച്ച് വിമാനത്തിൽ എത്തിച്ചതിന് തൊട്ടുപിന്നാലെ 96 ഇന്ത്യക്കാരെ കൂടി നാടുകടത്തുമെന്ന് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രഖ്യാപനം. കഴിഞ്ഞ 16 വർഷത്തിനിടെ അമേരിക്കയിൽ നിന്നുള്ള 15,000-ലധികം അനധികൃത ഇന്ത്യൻ കുടിയേറ്റക്കാരെ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. എന്നാൽ ഫെബ്രുവരി 5-ന് സൈനിക വിമാനം വഴി ഇന്ത്യക്കാരെ അമേരിക്ക നാടുകടത്തിയ സംഭവം ലോകത്ത് തന്നെ വലിയ ചർച്ചയായി മാറി. 104 ഇന്ത്യൻ പൗരന്മാരെയാണ് വിലങ്ങ് വെച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. ട്രംപിന്റെ ഭരണത്തിന് കീഴിൽ അമേരിക്കയിൽ വ്യാപക പൗരത്വ പരിശോധന തുടരുന്നതിനാൽ കൂടുതൽ പേരെ പുറത്താക്കാൻ സാധ്യതയുണ്ടെന്ന് ടൈംസ് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ടിൽ പറയുന്നു. മാത്രമല്ല, ഇന്ത്യക്കാരെ വിലങ്ങണിയിച്ച് വിമാനത്തിൽ കൊണ്ടുവന്നതിനെതിരെ ഇന്ത്യ ശക്തമായി പ്രതിഷേധം അറിയിച്ചതിന് തൊട്ടുപിന്നാലെയാണ് ഇന്ത്യൻ പൗരന്മാരെ വീണ്ടും നാടുകടത്തുമെന്ന് അമേരിക്കയുടെ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. ഫെബ്രുവരി 12, 13 തീയതികളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അമേരിക്ക സന്ദർശിക്കാനിരിക്കെയാണ് ഈ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ആദ്യ ഉഭയകക്ഷി കൂടിക്കാഴ്ചയിൽ നാടുകടത്തപ്പെട്ട ഇന്ത്യൻ പൗരന്മാരോടുള്ള അമേരിക്കൻ ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റത്തെക്കുറിച്ച് പ്രധാനമന്ത്രി ആശങ്ക അറിയിച്ചേക്കും. അതേസമയം മനുഷ്യാവകാശ പ്രശ്നങ്ങൾ കാരണം മെക്സിക്കോ, ബ്രസീൽ, കൊളംബിയ എന്നിവയുൾപ്പെടെ ചില രാജ്യങ്ങൾ കുടിയേറ്റക്കാരെ കൊണ്ടുവരുന്നതിന് അമേരിക്കയുടെ സൈനിക വിമാന സർവീസുകളെ എതിർത്തിട്ടുണ്ട്. സൈനിക വിമാനം ഉപയോഗിക്കുന്നതാണ് ഏറ്റവും വേഗത്തിൽ നാടുകടത്താനുള്ള മാർഗമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. തുടക്കത്തിൽ 203 വ്യക്തികളെ നാടുകടത്തുന്നതിനായി അമേരിക്ക പട്ടിക രൂപപ്പെടുത്തിയിരുന്നു. അതിൽ 104 പേരാണ് ഇതിനകം തിരിച്ചെത്തിയിരിക്കുന്നത്.